Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ്കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തെ മാർക്കറ്റിൻ്റെ അനാലിസിസിലോട്ട് കിടക്കാം. അതുപോലെ നമുക്ക് നിഫ്റ്റി, സ്മോൾ ക്യാപ്പ്, അതുപോലെ ഒന്ന് രണ്ട് സ്റ്റോക്കുകളും നമുക്ക് ചാർട്ടിൽ പോയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഒരു 100 പോയിൻറ്റിൻ്റെ മുകളിൽ ഒരു 100 പോയിൻറ്റിൻ്റെ മുകളിൽ ഒരു റാലി തന്നു. ഏകദേശം 25,000 മുകളിൽ നിന്നും നിഫ്റ്റി വന്നു. പക്ഷേ അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാണ്ട് വീണ്ടും താഴത്തോട്ടാണ് വന്നത്. അത് ചെറിയതായിട്ടൊരു ഡിസപ്പോയിൻ്റ് ആയിട്ട് തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇന്നൊരു പോസിറ്റീവ് ഒരു ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ തന്നത്. ഒരു 20 പോയിൻറ്റിൻ്റെ ഒരു മൈനസ് ഇല്ലെങ്കിൽ 25,000 മുകളിൽ നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ ഈ ഒരു റേഞ്ച് നല്ലൊരു റെസിസ്റ്റൻസ് ആവുന്നുള്ളൂ. പക്ഷെ ഇന്നലത്തെ ഒരു ഗ്യാപ്പ് അപ്പും അതിന് ശേഷമുള്ള ഇന്നത്തെ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഞ്ചിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഇപ്പം ഇനി വരുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ റേഞ്ചിൽ അതുപോലെ ഈ റേഞ്ചിലൊക്കെ നിഫ്റ്റി റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 25,200 റേഞ്ചിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ റേഞ്ചിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയും കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. അതുപോലെ സ്മോൾ ക്യാപ്പിലോട്ട് പോവുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഒരു 123 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇന്ന് തന്നു. നമ്മൾ പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ സ്മോൾ ക്യാപ്പ് ഉള്ളത്. 17,950 എന്ന് പറഞ്ഞ റേഞ്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. ഏകദേശം അതിനോട് അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് സ്മോൾ ക്യാപ്പിൽ നല്ലൊരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ നോക്കാം. ആദ്യത്തെ ഒരു സ്റ്റോക്ക് SJS എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. SJS ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് നോക്കി നല്ലൊരു വോളിയത്തോടുള്ള ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടിന് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ മുകളിലോട്ട് പോയി ഇന്ന് ആ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ മുകളിലോട്ട് പോയി. പക്ഷേ സസ്റ്റെയിൻ ചെയ്യാണ്ട് ക്ലോസ് ചെയ്തതിൻ്റെ താഴെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലേക്കൊക്കെ വേണമെങ്കിൽ ഒരു എൻട്രി നോക്കാം. വെറും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു എൻട്രി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ, അതായത് 1318, 1320 നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ച് സസ്റ്റെയിൻ ചെയ്യണം. നമുക്കൊരു എൻട്രി നോക്കാം നാളെ എങ്ങനെ ഇരിക്കുന്നുണ്ട് നോക്കിയിട്ട്. അതിനുശേഷം ഏകദേശം ഈ റേഞ്ച് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഏകദേശം ഒരു 5% സ്റ്റോപ്പ് ലോസും ഒരു 7.5% ടാർഗറ്റും വെച്ചിട്ട് നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, 7.5% ടാർഗറ്റ്, അതുപോലെ 5% നമുക്ക് സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് ഈ ഒരു സ്റ്റോക്ക് 1320 റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലേക്കൊക്കെ നോക്കാം. ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ്, നമ്മളൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, അതുപോലെ അടുത്ത ഒരു സ്റ്റോക്ക് കൂടി നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ് ഗോദാവരി പവർ, GPIL എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഗോദാവരി പവർ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇന്ന് ഏകദേശം ഒരു 12% ഒരു മൂവ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ. ഒരുപാട് നാളത്തെ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചാണ് ഈ ഒരു റേഞ്ച്. ഏകദേശം അതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നൊരു 12% മൂവ് വന്നത് കാരണം കൊണ്ട് മിക്കവാറും സ്റ്റോക്ക് നാളെ ഒരു സൈഡ് വേസിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അതല്ല ഈ സ്റ്റോക്ക് പതുക്കെ ഒന്ന് താഴത്തോട്ട് ചിലപ്പോൾ 1-2 ദിവസം ഇങ്ങനെ വന്നിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടാനും സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലാണ്ട് നമ്മൾ ചാടിക്കറി എടുക്കണ്ട നമുക്ക്. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റേഞ്ചിലോട്ട് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ്, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്കിതിൽ കൺസിഡർ. ഈ റേഞ്ചിലൊക്കെ വരികയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 5% ഏകദേശം 5% വരുന്നുണ്ട്. നമുക്ക് ഈ റേഞ്ചിലോട്ട് വന്നാലും ഒരു 5%, ഒരു 11 പോയിൻറ്റിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും, അതുപോലെ നമുക്കൊരു 1:1.5%, ഒരു 7.5% ടാർഗറ്റും വെച്ചിട്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നോക്കാവുന്നതാണ്. ഇതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ വരുന്ന നല്ല നല്ല ചാർട്ടുകളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ നമ്മൾ ചാർട്ടിൽ ഇടാറുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് സ്വന്തമായിട്ടൊക്കെ അനലൈസ് ചെയ്യാനും ട്രേഡുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് അതിനായിട്ട് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് എൻട്രികൾ എടുക്കാൻ അറിയുന്ന ആളുകൾക്ക് ഞാൻ ആ ചാർട്ടുകളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്